भीगा है सामान मेरा दिल है पूछा रे आजा ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാക്സ് വെറൈറ്റീസ്. ഞാനിപ്പോൾ ഉള്ളത് ബംഗ്ലാദേശിലെ കോക്സ് ബസാർ സിറ്റിയിലാണ്. ഇവിടെ നൈറ്റിലൊന്ന് വീട്ടിലൂടെ ഒന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ നമുക്ക് നൈറ്റിലെ കാഴ്ചയൊക്കെ ഒന്ന് കാണാം. ഞാനിപ്പോൾ ഉള്ളത് ബംഗ്ലാദേശിലെ കോക്സ് ബസാർ. രാവിലെ പുറപ്പെട്ടാണ് ധാക്കയിൽ നിന്ന്. ഇവിടെ എത്തിയപ്പോഴത്തേക്കൊക്കെ രാത്രി 8 മണിയായിരിക്കും. അപ്പം ഇന്ന് നൈറ്റിലെ നമ്മളെ കോക്സ് ബസാർ ഒന്ന് കാണാൻ പറ്റും. അപ്പോൾ എപ്പിസോഡ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം. കോക്സ് ബസാറിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ തീരമുള്ള സ്ഥലമാണ് ബംഗ്ലാദേശിലെ ഇത്. അതിൻ്റെ സെക്കൻഡ് നമ്മുടെ ചെന്നൈയിലുള്ളത് മറീന ബീച്ച്. ഈ കോക്സ് ബസാറിലൊരു അടിപൊളി റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് അറിയുന്നത്. അപ്പോൾ റെയിൽവേ സ്റ്റേഷൻ ഒന്ന് കാണാൻ പോകണം. തിരിച്ചു വിടുന്ന ട്രെയിൻ കിട്ടുമോ നോക്കണം. അപ്പോൾ അത് 2 ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ സിറ്റി കൂടി അങ്ങനെ പോകണം നമുക്ക് ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക്. അപ്പോൾ നമുക്ക് പോകുന്ന വഴിയിലെ ടൗണൊക്കെ കാണാം. എനിക്ക് രാത്രി ഇങ്ങനെ കറങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുമല്ല, ഇത് ഓപ്പൺ ആയിട്ടുള്ള റിക്ഷ ആയതുകൊണ്ട് നല്ല സുഖമാണ്. കംപ്ലീറ്റ് നല്ല കാറ്റും കൊണ്ട് ചില്ലിൻ്റെ ഉള്ളിൽ. ഇവിടുത്തെ ഓട്ടോറിക്ഷ എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നമാണ്. ജയിലിലിട്ട പോലത്തെ ഓട്ടോറിക്ഷയാണ് ഇവിടെ ഉള്ളത് കംപ്ലീറ്റ്. ഇതിവിടെ സ്ട്രീറ്റിൽ ഐസ്ക്രീം ഉണ്ടാക്കുന്ന സംഭവമാണ്, റോളർ ഐസ്ക്രീം. പക്ഷേ ഞാനിത് കഴിക്കുന്നില്ല, എനിക്കിതിനോട് വലിയ താല്പര്യമില്ല. ഇപ്പോൾ ഇത് ഇഷ്ടംപോലെ ഉണ്ട് ഇവിടെ. അങ്ങനെ ഞെക്കി കൊടുത്തു കഴിഞ്ഞാൽ ആ പാത്രത്തിലേക്ക് വരും. പിന്നെ അതിനങ്ങനെ ഇഷ്ടംപോലെ കാത്തു നിൽക്കുന്നുണ്ട് ഇവിടെ. ഫ്രൂട്ടാണ്, ഫ്രൂട്ട്സ് കണ്ടില്ലേ. ഇത് തിരുവോര കച്ചവടക്കാരാ. ഈ സുഗന്ധ ബീച്ചിൻ്റെ അവിടെ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ഇവരാണ്, ഈ കച്ചവടക്കാരാണുള്ളത്. ശംഖിൻ്റെ കടലിലുള്ള സാധനത്തിൻ്റെ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള മാലകൾ, വളകൾ, പലവിധ ഐറ്റംസ് ഉണ്ട്. പക്ഷേ ഞാനിതൊന്നും ഇപ്പോൾ വാങ്ങുന്നില്ല. കുറേ ഉണ്ട്. ഇത് ഒരേ ഐറ്റം തന്നെയാണ് എല്ലാവരുടെ അടുത്തും ഉള്ളത്. ഇത് സ്ട്രീറ്റിൽ കണ്ണ് കാഴ്ചയില്ലാത്തവർക്ക് നടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൈൽസാണ് ആ കാണുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ ഉണക്കമീനൊന്ന് കാണാം. ഇത് ചെമ്മീനാണ്. ഇഷ്ടംപോലെ മീനുള്ള നാടാണല്ലോ, കണ്ടില്ല. നല്ല സൂപ്പർ ചെമ്മീനും സൂപ്പർ വത്തൽ എന്ന് പറഞ്ഞ സാധനം. അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അതൊക്കെ ഒന്ന് കണ്ടോളി. ഈ ഒരു ഏരിയ മൊത്തം ഉണക്കമീൻ കച്ചവടക്കാരാണ്. ഒരു ഏരിയ കംപ്ലീറ്റ് ഉണക്കൽ മാത്രമാണ് ഇവിടെ ഉള്ളത്, വേറെ ഒന്നുമില്ല. ഈ തൂക്കിട്ടത് ഏകദേശം ഒരാളെ വലുപ്പമുള്ള ഇതുണ്ട്. അത്രയും വലുപ്പമുള്ള മീനുകളൊക്കെ ആദ്യമായിട്ട് കാണും, ഉണക്കമീനുകൾ.
ഇത് ഇവിടുത്തെ ഒരു മിനി സൂപ്പർ മാർക്കറ്റാണ്. അപ്പോൾ അതിൻ്റെ അകത്തേക്കൊന്ന് നമുക്ക് കയറി വെക്കാം. നമ്മുടെ നാട്ടിലെ വലിയ പലചരക്കട പറഞ്ഞാൽ അത്ര വലുപ്പമുള്ളൂ ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റ്. ഒക്കെ പല ഓഫറുകൾ ഇട്ടിട്ടുണ്ട് ഇവിടെ, ചോക്ലേറ്റും അതും ഇതൊക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ തിരിച്ച് വീണ്ടും ഓട്ടോയിൽ കയറിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷൻ്റെ അങ്ങോട്ടേക്ക് പോവുകയാണ്. റെയിൽവേ സ്റ്റേഷൻ്റെ അവിടുന്ന് പിന്നെ ബാക്കിയുള്ള അവിടുത്തെ കാഴ്ചകളെ കാണാം നമുക്ക്. കാറിന്റെ സൺറൂഫ് ഓപ്പൺ ആക്കിയിട്ട് നമ്മൾ യാത്ര ചെയ്യില്ല, അതേപോലെ അപ്പൊ ഇത് റിക്ഷയുടെ ടോപ്പിൽ ഞാൻ നിന്നിട്ട് ഇങ്ങനെ പോകാൻ ബോക്സ് ബസാറുണ്ട്. നമ്മുടെ ബംഗ്ലാദേശിന്റെ റെസ്റ്റോറൻ്റാണ് പോകുന്നത്. ഇവിടെ മലയാളികളെ പല സ്ഥലത്തും പല രാജ്യത്തും നമ്മൾ മലയാളികളെ കണ്ടു. ഇവിടെ ഒരൊറ്റ മലയാളികളെ ഇതുവരെ കാണാൻ കഴിഞ്ഞിട്ടില്ല. हमारा कैप्टन एक कैप्टन है. ഈ കോക്സ് ബസാർ നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ടമാനം ടൂറിസ്റ്റ് ബസ്സുകളുണ്ട്. ടൂറിസ്റ്റേഴ്സ് ഒരുപാട് വരുന്നുള്ളതുകൊണ്ടിരിക്കും. പിന്നെ ധാക്കാനെ അപേക്ഷിച്ചിട്ടൊക്കെ എത്രയോ നല്ല വൃത്തിയും നല്ല ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ധാക്ക ക്യാപിറ്റലാണ്. ഇത് ക്യാപിറ്റലല്ല, ഇതൊരു ടൂറിസ്റ്റ് പ്ലേസാണ്. ധാക്ക ടൂറിസ്റ്റ് പ്ലേസ് അല്ല, അതുകൊണ്ടായിരിക്കും. നമ്മുടെ ഡ്രൈവർ പേരുണ്ടല്ലോ ക്യാപ്റ്റൻ, അദ്ദേഹം നല്ല പാട്ട് പാടുന്നു. ഹിന്ദി പാട്ട് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഭയങ്കര സ്പീഡും പുറത്തുള്ള കാറ്റും ആയതുകൊണ്ടാണ് ഇങ്ങോട്ട് കേൾക്കാത്തത്. ഈ കാണുന്നതാണ് കോക്സ് ബസാർ റെയിൽവേ സ്റ്റേഷൻ. ഇതിന് വേറൊരു പേരുണ്ട്, കസബജാർ റലയോയ എന്ന സ്റ്റേഷൻ എന്നതിന് പേരുണ്ട്. അത് വായിൽ കിട്ടാത്തൊരു ഇതാണ്. 2023 നവംബർ 11 ഇതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ്. അത്രയും പുതിയ റെയിൽവേ സ്റ്റേഷനാണിത്. ഇതാണ് കോക്സ് ബസാറിലെ റെയിൽവേ സ്റ്റേഷൻ. അതിൻ്റെ താഴെ ഞാൻ നിൽക്കുന്നത്. ഇത് കണ്ട റെയിൽവേ സ്റ്റേഷനാണെന്ന് തോന്നില്ല, വേറെന്തോ ഒരു സംഭവം. അത്രക്കും നല്ല സൂപ്പറായിട്ടുള്ള കൺസ്ട്രക്ഷനാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ. ഇത് കണ്ടമാനം റിക്ഷകളുണ്ട്. റിക്ഷകളുടെ സമ്മേളനമാണ് തോന്നും കണ്ടാൽ, അത്രക്കുണ്ട്. കാര്യം എൻ്റെ അർത്ഥം അത്രയും പാസഞ്ചേഴ്സ് ഉണ്ടാവും എന്നുള്ള നിലക്കാണ് ഇത് ഉള്ളത്. റിക്ഷ എന്ന് പറഞ്ഞാൽ സൈക്കിൾ റിക്ഷ മാത്രമല്ല, ഞാൻ നേരത്തെ മുമ്പ് പറഞ്ഞ അങ്ങനത്തെ ബൈക്ക് ഉണ്ടല്ലോ, ആ ബൈക്കിൻ്റെ മുകളിൽ പിന്നെ കവറിങ് ഒക്കെ ചെയ്തിട്ടുള്ള ആ ഒരു വണ്ടി മോഡലും ഉണ്ട്. ഞാനിപ്പോൾ താമസിക്കുന്നതിൻ്റെ അവിടേക്ക് പിന്നെ 200 ഇതാക്കിയാണ് പറഞ്ഞത്, ഇവിടെ വന്ന് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട്. ഇപ്പം നമ്മൾ മടങ്ങിപ്പോവാണ്. 200 അധികമൊന്നുമില്ല, അത്യാവശ്യം ദൂരമുണ്ട്. ഒരു 6 കിലോമീറ്ററിൻ്റെ മുകളിൻ്റെ ഉണ്ട് കോക്സ് ബസാർ, നമ്മുടെ ഹോട്ടലിൻ്റെ അവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ദൂരം. അപ്പോൾ ട്രെയിനിന് നമ്മൾ എന്തായാലും പോണില്ലാന്ന് തീരുമാനിച്ചിരിക്കുന്നത്. ഇദ്ദേഹമാണ് നമ്മളെ ഡ്രൈവർ. ട്രെയിൻ സർവീസ് ഒരു 3-4 ദിവസത്തിനില്ല. അപ്പോൾ അത്രയും തിരക്കാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടെ വന്നത് നഷ്ടമായി. പക്ഷേ നഷ്ടമൊന്നുമില്ല. ഈ ഒരു റെയിൽവേ സ്റ്റേഷനും ഈ ടൗണൊക്കെ ഒന്ന് കറങ്ങി കാണാനായി. അല്ലെങ്കിൽ പിന്നെ റൂമിൽ കിടന്നുറങ്ങിയിട്ടുണ്ടാവും, കാരണം അല്ലെങ്കിൽ പിന്നെ ക്ഷീണം കാരണം. അപ്പോൾ ഏതായാലും സ്റ്റേഷനൊന്ന് കാണാനായി, അപ്പോൾ ഈ ടൗണൊന്ന് കാണാനായി. അപ്പോൾ ഇനി നമ്മളുടെ മടക്കം 2 ദിവസം കഴിഞ്ഞിട്ട് ബസ്സിനായിരിക്കും. ഇനിയിപ്പോൾ ബസ്സിനും ടിക്കറ്റ് ഇതേപോലെ ബുക്ക് ചെയ്യണം. ഒക്കെ ബുക്കിംഗാണ്. സ്ലീപ്പിംഗ് ബസ് കിട്ടും, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം.
से वो बहुत ऊपर आता है। ഇത് ഇവിടുത്തെ ഒരു റൗണ്ട് അബൌട്ടാണ്. ഇവിടേക്ക് ഡോൾഫിൻ റൗണ്ട് അബൌട്ട് എന്ന് അവിടേക്ക് പറയാം. കണ്ട ഡോൾഫിനൊന്നുമില്ല, വല്ല സ്രാവോ ചൂരമീനോ അങ്ങനെ എന്തോ ഒന്നാണ് ഇതുള്ളത്. അത്രണ്ട് ഫിനിഷിംഗ് ഒന്നും ആക്കിയിട്ടൊന്നുമില്ല. പണി ഇനി ചെയ്യാൻ ബാക്കിയുണ്ടോന്നുള്ളത്. ഞാനിപ്പം ധാക്കയെന്നല്ല ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പം ഇനി തിരിച്ച് നമ്മൾ ഈ കോക്സ് ബസാറിൽ നിന്ന് ധാക്കയ്ക്ക് പോകണമെന്നില്ല, നാട്ടിലെ ബംഗ്ലാദേശ് കഴിഞ്ഞ് പോകണമെങ്കിൽ. അതായത് ധാക്ക ടച്ച് ചെയ്യാതെ ഇവിടെ ജയ്ഷോർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടേക്ക് ഈ കോക്സ് ബസാറിൽ നിന്ന് നേരിട്ടിട്ട് ബസ്സുകളുണ്ട്. അപ്പോൾ അങ്ങനെ പോവുകയാണ് ഏറ്റവും ഉത്തമം. അപ്പോൾ എന്താ വെച്ചാൽ പെട്ടെന്ന് എത്തുകയും ചെയ്യും. ഏകദേശം ഒരു 12 മണിക്കൂറിൻ്റെ സമയമുണ്ട്. മറ്റേ ധാക്കയിൽ പോയി പിന്നെ ധാക്കയിൽ നിന്ന് പിന്നെയും പോർന്നാൽ ഒരുപാട് ദൂരമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഷോർട്ട് കട്ടിൻ്റെ ഐഡിയ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇനി തിരിച്ചു പോവാണ്. കോക്സ് ബസാർ പിന്നെ ബീച്ച് കണ്ട് അവിടുന്ന് പിന്നെ റെയിൽവേ സ്റ്റേഷൻ കണ്ട് ഇനി കിടന്നുറങ്ങണം. അപ്പോൾ നമ്മുടെ സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. എന്നാൽ താങ്ക് യു.